ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് സ്റ്റോറീസ്. അപ്പം നമ്മളുടെ 2021 ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മളുടെ കൊല്ലം ബോർഡർ കഴിഞ്ഞുള്ള കാപ്പിൽ ബീച്ച്, തിരുവനന്തപുരത്തോട്ട് നമ്മൾ എൻട്രി ചെയ്തിരിക്കുകയാണ്. കുറേ നാളായിട്ട് കൊല്ലത്തിൻ്റെ വീഡിയോസാണ് നമ്മളിങ്ങനെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊന്ന് മാറ്റം വരുത്താമെന്ന് തീരുമാനിച്ചു. ന്യൂ ഇയർ ഒക്കെ അല്ലേ, അങ്ങനെ നമ്മൾ കാപ്പിൽ ബീച്ചിൽ വന്നിരിക്കുകയാണ്. അപ്പം കാപ്പിൽ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചത് ഇത് കടലും ആ കാണുന്ന കായലുമാണ്. അപ്പം നല്ല മഴയുള്ള സമയത്ത് ഈ പ്രളയമൊക്കെ വരുന്ന ടൈമുണ്ടല്ലോ, ആ ഒരു ടൈമിൽ നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ, ഈ കിടക്കുന്ന ഈ പൊഴി, ഇതിലേക്കൂടെ ഈ കായലിലെ വെള്ളം കടലിലോട്ട് ചാടും. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. കായലും കടലും ഒരുമിച്ച് കാണാനുള്ള ഒരു ബീച്ച്, താന്നി ബീച്ച് നമ്മൾ കൊല്ലത്തുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു കായലും കടലും കാണാനുള്ള ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാറ്റാടി ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇന്ന് ന്യൂ ഇയർ ഡേ ആണ്, ജനുവരി 1 ആണ്. ഇപ്പോൾ ബീച്ചിൽ കണ്ടില്ലേ, ഇന്നലെ രാത്രി 10 മണി വരെ ഉള്ളായിരുന്നു ആൾക്കാർക്ക് പുറത്തിറങ്ങാനുള്ള ഒരു പെർമിഷൻ. കോവിഡിൻ്റെ പ്രശ്നങ്ങൾ കാരണം അങ്ങനെ, അതുകൊണ്ടായിരിക്കാം ഇന്ന് വളരെ നേരത്തെ തന്നെ നല്ല തിരക്കാണ് ബീച്ചിലൊക്കെ കാണുന്നത്. All alone on the internet, you don't seem to forget about yourself. പിന്നെ നമ്മുടെ കാപ്പിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടലിൻ്റെയും കായലിൻ്റെയും ഒത്ത നടുക്കായിട്ട് ഒരു ചെറിയ തോട്ടമാണോ അല്ലല്ലേ, കുറേ കാറ്റാടികൾ ഇങ്ങനെ കിളിച്ച് നിൽപ്പുണ്ട്. ഇത് കിളിപ്പിച്ചതാണോ കിളിച്ചു വന്നതാണോ എന്നൊന്നും അറിയത്തില്ല, പക്ഷെ അത് നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു വൈബാണ് ആ സംഭവം, കൊള്ളാം, എനിക്കിഷ്ടമായി. വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റിയ അന്തരീക്ഷം, ലവ് സോങ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം. അപ്പം ഈ സ്ഥലം നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. വെയിലുള്ള സമയത്ത് നല്ല തണലാണ്, നല്ല തണുപ്പാണ്, സംഭവം കൊള്ളാം. അപ്പം ഞാൻ ഈ കായലിൻ്റെ പോഷൻ പറഞ്ഞില്ലേ, അത് ഈ ഒരു ഭാഗമാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ കാപ്പിലിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നമ്മൾ വർക്കലയിലോട്ട് പോവാണ്. നമ്മൾ വർക്കലയിലോട്ട് പോകുന്ന വഴിയാണ് കാപ്പിൽ ഇറങ്ങിയത്. അപ്പം ന്യൂ ഇയറിൻ്റെ തിരക്ക് കൂടി വരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 5 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇനി നമ്മൾ വർക്കലയിലോട്ടാണ് പോകുന്നത്. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് വർക്കല ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ വർക്കല എത്തി. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഇവിടെ ഒരു ഹെലിപാഡുണ്ട്. അപ്പം ഹെലിപാഡിലാണ് ഇവിടുത്തെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ പാർക്കിംഗ് ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റിൽ തന്നെ, എന്നിട്ട് നമുക്ക് വർക്കലയിലെ ബാക്കി കാഴ്ചകൾ കാണാം. ഓക്കെ,
എന്തായാലും ഒരു മസാല ചായ കുടിക്കാന്ന് വെച്ച്. ആകെപ്പാടെയുള്ള സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ലൈറ്റൊന്നുമില്ല, സൺസെറ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇത് എവിടെ പോയെന്നുള്ളതാണ് ഒരു സത്യം. എന്തായാലും നല്ല സണ്ണി ഡേയിൽ ഉറപ്പായിട്ടും വർക്കല കാണാൻ വീണ്ടും വന്നിരിക്കും എന്നുള്ളതാണ്. All alone on the internet, but you don't seem to forget about yourself. Let me tell you about the trees and the seas, how it's all connected. The flowers and the birds and bees, and all the lights, yeah, we're all affected. അപ്പോൾ നമ്മളുടെ വർക്കലയിലെ വിശേഷങ്ങളൊക്കെ ഏകദേശം തീരുകയാണെന്നല്ല, ഇനിയും നമ്മളിവിടെ വരും, ഉറപ്പായിട്ട് വരും. നല്ല ലൈറ്റ് ഉള്ളപ്പോൾ നമ്മളിവിടെ വരും, അടിപൊളി വീഡിയോ എടുക്കണമെന്ന് നല്ല ആഗ്രഹിച്ചാണ് ഇവിടെ വന്നത്. പക്ഷെ ലൈറ്റ് ഇല്ലാത്ത കാരണം ആകപ്പാട് ഡൗണായി. അപ്പം എല്ലാവരും 2020 പറയുന്ന ഒരു വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് പോസിറ്റീവ്സും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നെഗറ്റീവ്സ് എല്ലാം ഇങ്ങനെ ഇഗ്നോർ ചെയ്തിട്ട് പോസിറ്റീവ്സിലൊക്കെ ഇങ്ങനെ പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ 2021, അതായത് ജനുവരി 1 എന്ന് പറഞ്ഞ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ, ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകട്ടെ. അപ്പം എല്ലാവർക്കും വീക്കെൻഡ് സ്റ്റോറീസിൻ്റെ ഒരു ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ ഒരു വർഷമായിരിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോസ് കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളുടെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഒരുപാട് വീഡിയോസ് ഇടാനുള്ള ഒരു എനർജി നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പം പുതിയ ഒരുപാട് വീഡിയോസുമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ.